ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇപ്രാവശ്യം നമ്മൾ ശബരിമല യാത്രയുടെ വീഡിയോ ആണ്. ശബരിമല യാത്രയിൽ നമ്മൾ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവന്ന പ്രസാദം നമ്മൾ അവലും മലരും കൊണ്ടുപോയിട്ട് പ്രസാദം ഉണ്ടാക്കണം കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയ്യ് ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ തേങ്ങ, അതായത് കൊപ്രത്തേങ്ങ ചീകിയിട്ട് അത് വഴറ്റിയെടുത്ത് മാറ്റി വെച്ച ശേഷം ശർക്കര പാനി, അതായത് നല്ല ശർക്കര, വെല്ലപ്പാവ് ശർക്കര പാനി എടുത്തിട്ട് അത് കലക്കി പാവ് കാച്ചണം. അതിനുള്ള ഏലക്ക, അവല്, കൽക്കണ്ട്, മുന്തിരി ഇതെല്ലാം ഇതിനകത്ത് ചേർക്കാനാണ്. ഇതിനൂടെ എള്ളുമുണ്ട്, മലരുണ്ട്. മലർ അപ്പുറത്തെ ബക്കറ്റിലിരിക്കുന്നുണ്ട്, എള്ളുമുണ്ട്. നമ്മൾ ഈ ശരവണേട്ടനാണ് ഇതിൻ്റെ എല്ലാ വർക്കും. ഇത് നാളികേരം, കൊപ്ര നെയ്യിൽ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ശർക്കര പാനി പാവ് പാവായിക്കൊണ്ട്, അതായത് വെല്ലം പാവായിക്കൊണ്ടിരിക്കണം. ഇതിനൊരു പാകമുണ്ട്. ആ പാവം നോക്കുന്നത് ശരവണേട്ടനാണ്. ഈ പ്രസാദം മുഴുവൻ കോർഡിനേറ്റ് ചെയ്യണത് ശരവണേട്ടൻ മാത്രമാണ്. ശരവണേട്ടനാണ് ഇതിൻ്റെ എല്ലാം അറിയണത്. പുള്ളി തന്നെ ചെയ്തോളും. ഇപ്പോൾ നമ്മളത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവില്, ശർക്കരപ്പാവിൽ തേങ്ങാപ്പേരിയും തേങ്ങാപ്പൂളും അവലും കൂടെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രഞ്ജിത്ത് സ്വാമിയാണ് അവലിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവൽ ഇരുമ്പിടിക്കെട്ടിലുള്ള അവൽ തികഞ്ഞില്ല. നമ്മൾ 2 കിലോ അവൽ പുറത്തുനിന്ന് മേടിച്ചു. നല്ല പരന്ന അവലായിരുന്നു, മട്ട അവൽ. അത് കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശർക്കരപ്പാവായതും കട്ടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഈ ശർക്കരപ്പാവ് കൂടി വരുമ്പോഴത്തേക്കും, കട്ടിയാകുമ്പോഴത്തേക്കും ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നമ്മളത് ഒട്ടാതെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ അത് കട്ടയായിപ്പോവും. അപ്പോൾ നല്ല റിസ്ക്കാണ്. ഈ ടൈറ്റായിട്ടുള്ള പാവിനകത്ത് ഇതും കൂടെ ചേരുമ്പോൾ നല്ലൊരു കട്ടിപ്പരുവാവും. അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് ചേരില്ല. അപ്പോൾ അത് ഇളക്കേണ്ട പരിപാടിക്ക് ഭയങ്കര എന്താ വെച്ചാൽ നല്ല റിസ്ക്കുള്ള ജോലിയാണ്. അപ്പോൾ അത് ചെയ്യേണ്ട ശരവണേട്ടൻ. ഇങ്ങനെ ശരവണേട്ടൻ കൊണ്ട് ഇതിൻ്റെ ഈ വർക്ക് കാര്യമായിട്ട് എല്ലാം ചെയ്യും. 10-20 വർഷമായിട്ട് പുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ, അതായത് ഉത്രാടം മുരുകേട്ടൻ എന്ന് പറയും, KV മുരുകൻ എന്ന് പറയും, വേൽമുരുകൻ എന്നാണ് പറയണത്. SASൻ്റെ ശബരിനാഥ ആത്മീയ സംഘത്തിൻ്റെ ശബരിനാഥ ആത്മീയ സംഘത്തിൻ്റെ കോർഡിനേറ്ററാണ്, സംസ്ഥാന കോർഡിനേറ്ററാണ് മുരുകേട്ടനൊപ്പമാണ് ഞങ്ങൾ ശബരിമല യാത്രയ്ക്ക് പോകാറ്. ഞങ്ങളുടെ ഗുരുസ്വാമി മുരുകേട്ടനാണ്. അപ്പോൾ മുരുകേട്ടനോടെ വരുമ്പോൾ എല്ലാ വർഷവും ഇത് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചന്ദ്രേട്ടനാണ്. പുതുശ്ശേരിയാണ് പുള്ളിയുടെ വീട്. പുള്ളി നല്ല സ്ട്രോങ് ആണ്, ഹെൽത്തിയാണ് ആൾ. അപ്പോൾ ആൾ എല്ലാ കാര്യത്തിനും ഫസ്റ്റ് മുന്നിൽ നിൽക്കും. വേണ്ടല്ലോ, എല്ലാം ഇളക്കണം എന്ന് പറഞ്ഞാൽ പുള്ളി അത് എല്ലാ വർക്കും ചെയ്യാൻ ഭയങ്കരതാണ്. ഇതാണ് മുരുകേട്ടൻ. അവലിടുന്ന ആളാണ്, മലരിടുന്ന ആളാണ് KV മുരുകേട്ടൻ, അതായത് വേൽമുരുകൻ സ്വാമി. ഞങ്ങളുടെ ഗുരുസ്വാമിയാണ്. പുള്ളി ഫ്രീ ആണ്, പാവമാണ്, ഭയങ്കര കാവമാണ്, കാര്യത്തിനെല്ലാം കൂടെ നിൽക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇളക്കി ശരവണേട്ടൻ അതിൻ്റെ പാകത്തിന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ താഴെ ചട്ടി പിടിച്ചിരിക്കുന്നത് വീണ്ടും ഒരു ശരവണേട്ടനാണ്. അപ്പുറത്ത് നിൽക്കുന്നത് കൃഷ്ണദാസ്വാമിയാണ്, കഞ്ചിക്കോട് വീട്. കൃഷ്ണദബ്രേക്കോടിട്ടാണ്. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാ ആൾക്കാരും ഇതിൽ പങ്ക് വഹിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ മെയിനായിട്ട് അറിയണ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരവണേട്ടനാണ്. അപ്പോൾ ശരവണേട്ടൻ്റെ കൂടെ ഞങ്ങളതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കെങ്കിൽ ചന്ദ്രു.com എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ നമ്മുടെ രഞ്ജിസ്വാമി ഇത് എള്ളു കൊടുത്ത് ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എള്ളെടുത്തിട്ട് വന്ന സാധനം കൊണ്ട് എള്ളു പോകാൻ പിടുങ്ങി. ശരവണേട്ടൻ അത് എള്ളിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കി ഒന്നുമില്ല, നേരത്തെ ക്ലീൻ ചെയ്ത പക്ഷേ എള്ളായിരുന്നു. അപ്പോൾ അതിനെ മൊത്തത്തിൽ ഇട്ടാൽ ഒരു ഭാഗത്താവും എന്ന് പറഞ്ഞിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറേശ്ശെ ആയിട്ട് ശരവണേട്ടൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതെല്ലാം ഈ രഞ്ജിത്ത് ശരവണേട്ടൻ്റെ ആ ചേച്ചിയുടെ മോനാണ്. അവനിതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. അവർക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്, പുതുശ്ശേരി വ്ളോഗേഴ്സ് എന്നാണ് പുള്ളിയുടെ പേര്, അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ ചന്ദ്രേട്ടൻ വീണ്ടും ഇളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശബരിമലയ്ക്ക് പോയ ശേഷം എനിക്ക് ഫസ്റ്റ് വീഡിയോ എടുക്കാനുള്ള ഒരു തോന്നിയില്ല. പക്ഷേ ഇത് ഉണ്ടാക്കണത് കണ്ടപ്പോൾ എനിക്ക് തോന്നി വീഡിയോ എടുക്കണമെന്ന്. ഇതിൽ കുറച്ച് രംഗങ്ങൾ മിസ്സായിട്ടുണ്ട്. അത് ഞാൻ മുരുകേട്ടൻ്റെ മൊബൈലിലാണ് എടുത്തത്. അപ്പോൾ അത് കുറച്ച് മുരുകേട്ടൻ്റെ മൊബൈലിൽ കുടുങ്ങിപ്പോയി. നല്ല വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് കാണാനൊരു രസമുള്ള വീഡിയോ ആണ്. നമ്മൾ ഗണപതി ഹോമത്തിന് കിട്ടുന്ന ഒരു പ്രസാദം ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതിൻ്റെ കൂടെ കരിമ്പിൻ്റെ പീസും ഗണപതി നാരങ്ങയുടെ പീസും ചെത്തിയിട്ട് കഴിഞ്ഞാൽ ആ സാധനമായി. ഇതിപ്പോൾ പുള്ളി ഏലക്ക ഇട്ടു. നല്ല കട്ടിയാണത്. നല്ല കട്ടിയാണെന്ന് വെച്ചാൽ നല്ല കട്ടിയും ചൂടുമാണ്. ആ ചൂടിൽ തന്നെ ചെയ്യണം. ഇതിപ്പോൾ ഡയമണ്ട് കൽക്കണ്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാവ് ഇട്ടു, തേങ്ങാപ്പാവിൽ തേങ്ങാപ്പൂള് ശർക്കരപ്പാവിലിട്ടു, ശർക്കരപ്പാവിട്ടിളക്കി, അവലിട്ടിളക്കി, മലരിട്ടിളക്കി, എള്ളിട്ടു, ശേഷം ഏലക്ക ഇട്ടു. ഇതേപ്പതേ കൽക്കണ്ടും ഇടാൻ പോകുന്നു. ഇനി ലാസ്റ്റ് ഇടുന്ന സാധനം വേറെ ഐറ്റമാണ്. ഞങ്ങളെ ചിരിച്ച് കളിച്ച്. ഇത് മുരുകേട്ടൻ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. മുരുകേട്ടൻ എന്ന് പറഞ്ഞാൽ അസാധ്യ കഴിവാണ് പുള്ളിക്ക്. നല്ല ഗാനം, ശബരിമല ഭജന പാടാനും ഭജന നടത്താനുമുള്ള കഴിവ് ഈ മുരുകേട്ടനും ഈ ശരവണേട്ടനും. ഇനിയൊരു സ്വാമി ഇവിടെ ഉണ്ട്, തങ്കവേലു സ്വാമി.
പുള്ളി നമ്മുടെ ടീമിലുള്ള ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ്. പുള്ളി നമ്മുടെ കൂടെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മളിതിൻ്റെ ഇതിൽ വന്നിട്ടില്ല, അവസാനം പുള്ളി വന്നിട്ടില്ല. അപ്പോൾ പുള്ളിയും ഇതെല്ലാം കൂടി ചെയ്തു. ശരവണേട്ടൻ കണ്ടില്ലേ ഗ്യാപ്പ്, അതായത് ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം. ഇപ്പോൾ രഞ്ജു അപ്പളേക്കും നമ്മുടെ മുന്തിരി വറക്കാനായിട്ട് ഉരുളി വെച്ചു. ആ ഉരുളിയിൽ കുറച്ച് അഴുക്ക് കണ്ടപ്പോൾ പുള്ളി അത് മാറ്റിയിട്ട് വേറെ ഉള്ളി വെച്ചു. നെയ്യ് ഒഴിച്ചിട്ട് ഈ മുന്തിരിയില്ലേ അത് നമ്മൾ പായസത്തിലിടുമ്പോൾ വഴറ്റെടുക്കില്ലേ, അതുപോലെ നമ്മളത് നെയ്യിലൊന്ന് ചൂടാക്കി വഴറ്റതാണല്ലോ. ഇതാണ് മുന്തിരി, ഉണക്കമുന്തിരി. നമ്മുടെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇരുമുടിക്കെട്ടിൽ പ്രസാദ സഞ്ചി വയ്ക്കും, അയ്യപ്പനുള്ള പ്രസാദ സഞ്ചി വയ്ക്കും. എന്ന് വെച്ചാൽ അവല്, മലര്, ചന്ദനം, കുങ്കുമം, കൽക്കണ്ട, മുന്തിരി ഇതെല്ലാം കൂടെ അതിനകത്ത് വയ്ക്കും. അപ്പോൾ സാധാരണ അവിടെ കൊണ്ട് എല്ലാവരും വേസ്റ്റ് പോലെ ഇട്ടിട്ട് വരിക ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഈ മുരുകേട്ടനോടെ പോകുന്ന ആൾക്കാർ മാത്രമാണ് ഇട്ടിട്ട് വരില്ല, ഞങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരും. അതുപോലെ ഇതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞങ്ങൾ സെപ്പറേറ്റ് ഇതെല്ലാം വൃത്തിയുള്ളത് മേടിച്ച് പാക്ക് ചെയ്യുകയാണ്. പൂജാ സ്റ്റോറിൽ പോയിട്ട് ഇരുമുടിക്കുള്ള സെഞ്ചി വാങ്ങിക്കുകയല്ല ചെയ്യാറ്, പാക്ക് ചെയ്യാണ്. എന്താ മുന്തിരി വഴറ്റിയിട്ട് നല്ലപോലെ ബബ്ലി ആയിട്ട് വന്നു മുന്തിരി, നല്ല ഉരുണ്ട് ഇപ്പോൾ പൊട്ടുന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ ആ സമയം വരെ ശരവണേട്ടൻ ചെയ്യുമ്പോഴല്ല ചൂടായി പെട്ടെന്ന് ഇറക്കും. ഇപ്പം തന്നെ ഇറക്കും, ആ സ്പീഡിൽ ഇറക്കും. കാരണം വെച്ചാൽ അത് കഴിഞ്ഞ ആ പാവം തെറ്റിയ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് മുന്തിരി ആഡ് ചെയ്തു. ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം തീരുമാനമായി. ഇനി ഇത് നല്ലപോലെ ഇളക്കും. ഇതിൻ്റെ ഇളക്കി കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി. സാധാരണ ഞങ്ങൾ ഗ്യാസിനല്ല വയ്ക്കുക, നമ്മൾ വിറകടുപ്പിലാണ് വയ്ക്കുക. അപ്പോൾ വിറകടുപ്പിൽ വെക്കുമ്പോൾ ശരവണേട്ടൻ അതിനൊരു മന്ത്രമൊക്കെ പറഞ്ഞിട്ട് ഒരു സ്തുതിയൊക്കെ പറഞ്ഞിട്ട് ഇത് അടുപ്പിന് കൊടുത്തിട്ടേ ശേഷം ഞങ്ങളൊക്കെ എടുക്കുള്ളൂ. ഇപ്രാവശ്യം അടുപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ എൻ്റെ ഇത് മിസ്സായിപ്പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും ചെയ്തു. മുരുകേട്ടൻ എല്ലാവർക്കും ടേസ്റ്റ് നോക്കി. ശരവണേട്ടൻ ആദ്യം വേണ്ട, ഞാൻ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ശരവണേട്ടൻ അല്പം കൊടുത്തത്. ശരവണേട്ടൻ സത്യമാണ്, ശരവണേട്ടൻ ഉണ്ടാക്കിയ സാധനമാണ് നല്ല ടേസ്റ്റാണ്. പുള്ളി ഇതിൻ്റെ കാര്യങ്ങൾക്ക് പുള്ളി നല്ല കഴിവാണ്. അതുണ്ടാക്കി രഞ്ജു വന്ന് വാങ്ങിച്ചു. ഇത് ഞങ്ങളൊക്കെ കഴിക്കണം കണ്ടപ്പോൾ, ഞങ്ങളെല്ലാവരും കഴിക്കണപ്പോൾ ഞാനും കുറച്ച് കൈ നീട്ടി. മുരുകേട്ടൻ എനിക്കും കുറച്ച് തന്നു. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൈ നീട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മേടിച്ചു. അപ്പോൾ നോക്കി മുരുകേട്ടനെ കളിയാക്കണ്ടായിരുന്നു, എല്ലാം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങളെ അറിയിക്കണ്ടേ, നിങ്ങളെ അറിയിക്കണമല്ലോ, അതുകൊണ്ട് താട്ടില്ലേ തേങ്ങ മുന്തിരി എല്ലാം ഉണ്ട്. മുരുകേട്ടൻ ഇത് കാണിച്ചു തന്നു. ഞാനിത് കഴിച്ചു. ഞങ്ങളെല്ലാം ഇത് കഴിക്കണതും ഈ ശർക്കരപ്പാവ് കാണിച്ചു കണ്ടപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം കൊതിയിടുമായിരുന്നു. അവരെല്ലാം ഭക്ഷണം ഉണ്ടാക്കണം അവിടെ. പക്ഷെ ഞങ്ങൾ പ്രസാദം ഉണ്ടാക്കിയത്. ഇത് ആന്ധ്രാസാമികൾ ഇവരൊക്കെ നോക്കിയിരുന്നു. ഇതെൻ്റെ അളിയനാണ് ആ കറുത്ത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അവരെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരവണേട്ടൻ അത് ഒരു പ്ലേറ്റിലെടുത്തിട്ട്, ഈ കഴിക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഒരാൾ ശബരിമല ശ്രീധർമ്മശാസ്താവ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ പ്രസാദം ശ്രീധർമ്മശാസ്താവിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഈ പ്രസാദം കുറേശ്ശെ കൊടുത്തു. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇതെന്താ ഇവർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് ചോറ് വെക്കുന്നുണ്ട്, അപ്പുറത്ത് കുറച്ച് പേര് ടിഫിൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ നിർത്തിയത് പ്രസാദത്തിന് വേണ്ടിയിട്ടാണ്. ഇത് സ്ഥലത്ത് എവിടെയെന്ന് വെച്ചാൽ ഇത് കുളത്തൂർപ്പുഴ അമ്പലത്താണ് ഞങ്ങളിത് ഉണ്ടാക്കിയത്. അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾക്ക് ഭയങ്കര സൗകര്യമായിരുന്നു കേട്ടോ. നമുക്ക് സൗകര്യം ചെയ്ത് തന്നിരുന്നു. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ പുറത്തുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ ടീമല്ലാതെ. ഇതൊക്കെ ഞങ്ങളുടെ ടീമാണ്. ഈ ആൾക്കാരൊക്കെ പുറത്തുള്ള ആൾക്കാരുണ്ട്. ഇവർ ബ്രാഹ്മിൻസാണ്, അവർക്കും കൊടുത്തു ഞങ്ങളത്. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ വന്ന ആളാണ് ഈ സാമി ഇരിക്കുന്നത്. ഞാൻ വീഡിയോ പറഞ്ഞപ്പോൾ എന്നെ കമൻ്റ് അടിച്ചതാണ് കേട്ടോ, എനിക്കുള്ള കമൻ്റ് അടിച്ചതാണ് പുള്ളി. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഈ പ്രസാദം അവിടെ എല്ലാവർക്കും കൊടുത്തു. ഒരുപാട് പേർക്ക് കൊടുത്തു. അവിടെ ഞങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുത്തു. ഈ സാമി എനിക്ക് ഒരു വട്ടം കൂടെ വേണമെന്ന് പറഞ്ഞ് വന്നതാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ